ഹായ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ജീവിതത്തിൽ ഇങ്ങനൊരു ദിവസമായിട്ട് ഒരു ഓർമ്മ വന്നിട്ടില്ല. ഏത് രണ്ടാണ്ടർതി ഒപ്പരോ ഒരു അടിപൊളി ദിവസം തന്നെ. നബിദിനും ഓണ പരിപാടി ഒരു ദിവസം ഗംഭീര പരിപാടി എന്നല്ലോ എടുത്തു. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ദിവസം തന്നെ ആയിരുന്നു ഇന്ന്. ഫുൾ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ആവട്ടെ. ഏതായാലും നല്ല കുട്ടികളെ പെർഫോമൻസ് അടിപൊളി പരിപാടിയാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ വെള്ളായിക്കോട് മദ്രസയിൽ കുട്ടികളെ പരിപാടി സ്റ്റാർട്ട്, ഘോഷയാത്ര ആരംഭിച്ച് അങ്ങനെ നമ്മൾ മക്കാമിൽ പോയിട്ട് അവിടെ നിന്ന് കുട്ടികളെ ഈ പെർഫോമൻസൊക്കെ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ തൊട്ട അയൽവക്കത്തുള്ള വീട്ടിൽ അവിടെ ഇനി ഓണപ്പരിപാടി പൂക്കളുണ്ട്. ഗംഭീര ചിത്രം തന്നെയാണ് വരച്ചത്. ചിത്രം ഒരുപാട് ടൈം എടുത്ത് കണ്ടാണ് ഇവർ ഈ ഒരു ഫ്ലവർ ചെയ്തത്. എന്തൊരു ഭംഗിയാണ് അറിയാം, അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലവർ ഷോ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റും, അത്രക്കും നല്ല കറക്റ്റായിട്ടാണ് ഒരു വർക്ക് ചെയ്തത്. നല്ല ഗംഭീരതയിന്. അത് കഴിഞ്ഞ് അടുത്തൊരു വീട്ടിൽ അവിടെ പോയി അവിടുത്തെ പൂക്കളും അവരുമായിട്ട് രാവിലെ തന്നെ ഓണത്തിൻ്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത്. അത് കഴിഞ്ഞ് നമ്മളെ സ്നേഹിതൻ്റെ വീട്ടിൽ അവിടെ ഒരു 10 ആൾ വരെയുള്ള പരിപാടി. നമുക്ക് സ്നേഹിതന്മാർക്കുള്ള ഫുഡ് അവിടെ ഉണ്ടാവില്ല. എല്ലാ വർഷവും അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓണത്തിനും വിഷുവിനും ഭക്ഷണം അവിടെ നിന്നാണ് കഴിക്കുന്നത്. അത് ഗംഭീര പരിപാടിയാണ്. അതെല്ലാം ഭയങ്കര ഹരമാണ്. സ്നേഹിതന്മാരെ നല്ല കൂടിയാണ്ട് ആ ഭക്ഷണമൊക്കെ കഴിച്ച് കണ്ട് അവിടെ ലാസ്റ്റ് പായസം കുടിച്ച് കണ്ട് അവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഈ സാധാരണ ഇരിക്കുന്നൊരു ബെഞ്ചുണ്ട്, അവിടെ എത്തിയപ്പോൾ നമ്മൾ ഹരിഹരേട്ടൻ്റെ വക, തെക്കേപ്പാടോ ഹരിഹരേട്ടൻ്റെ വക പായസം ബെഞ്ചുമേൽക്ക് വന്നു. അങ്ങനെ അത് അടിപൊളിയാ പായസമായിരുന്നു. അതൊക്കെ കുടിച്ച് അവിടുന്ന് റാത്തായതിൻ്റെ ശേഷമാണ് നമ്മൾ പോകുന്നത്. എല്ലാ വർഷവും ഹരിഹരേട്ടൻ്റെ വക ഒരു പായസം അവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിഷുവിന് നമുക്ക് ഇവിടുന്ന് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ഏതായാലും നല്ലൊരു ദിവസം തന്നെയാണ്. എല്ലാവർക്കും നബിദിനാശംസകൾ, ഓണാശംസകൾ. ഓക്കെ, ബൈ. എല്ലാവർക്കും നല്ലത് വരട്ടെ.